നമസ്കാരം. CBN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊരട്ടിയെ മാലിന്യമുക്തമാക്കുമെന്ന പ്രതിജ്ഞയോടെ കുട്ടികളുടെ മാതൃകാ ഹരിത സഭ ചേർന്നു. ഹയർ സെക്കൻഡറി തുല്യതാ ക്ലാസുകളുടെ പ്രവേശനോത്സവം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി നഗരസഭ നടപ്പിലാക്കുന്ന ഇൻസൈറ്റ് എന്ന പരിശീലന പരിപാടിക്ക് ബുധനാഴ്ച തുടക്കം കുറിക്കും. കോടശ്ശേരി പഞ്ചായത്തിൽ ഉൾപ്പെട്ട അധീനതയിലുള്ള കുറ്റിച്ചിറ ചായ്പുഴ റോഡ് പൊതുമരാമത്ത് വകുപ്പിന് വിട്ടു നൽകണമെന്ന നാട്ടുകാരുടെ നിവേദനത്തിന് അനുകൂലമായി തീരുമാനമായി. സ്റ്റേ ഉത്തരവ് സംബന്ധിച്ച് പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾ കർശനമായി പാലിക്കണമെന്നും അവ ലംഘിച്ചാൽ വളരെ ഗൗരവമായി കാണുമെന്നും സംസ്ഥാനത്തെ കോടതികൾക്ക് ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകി. വാർത്തകൾ വിശദമായി. കൊരട്ടിയെ മാലിന്യമുക്തമാക്കുമെന്ന പ്രതിജ്ഞയോടെ കുട്ടികളുടെ മാതൃകാ ഹരിത സഭ ചേർന്നു. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തിലെ മാതൃകാ ഹരിതസഭയായി തെരഞ്ഞെടുക്കപ്പെട്ട കൊരട്ടിയിലെ കുട്ടികളുടെ ഹരിതസഭയിൽ പഞ്ചായത്ത് പരിധിയിലെ എയ്ഡഡ് അൺഎയ്ഡഡ് സ്കൂളുകളടക്കം 20 വിദ്യാലയങ്ങളിലെ 170 കുട്ടികൾ പങ്കെടുത്തു. പഞ്ചായത്തിലെ മാലിന്യമുക്ത പ്രവർത്തനങ്ങളിൽ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ കൂടി അവതരിപ്പിച്ചും സ്കൂളിലും വീടുകളുടെ പരിസരങ്ങളിലും മാലിന്യ നിർമ്മാർജ്ജന പരിപാടികളിൽ ഭാഗമാക്കാകുമെന്ന പ്രതിജ്ഞ എടുത്തുമാണ് കുട്ടികൾ മടങ്ങിയത്. പഞ്ചായത്ത് തലത്തിലെ മികച്ച ഹരിത വിദ്യാലയങ്ങളുടെ പട്ടിക ഹരിതസഭയിൽ പ്രഖ്യാപിച്ചു. ഹരിത കേരള മിഷന്റെ മാനദണ്ഡങ്ങൾ പാലിക്കുകയും ഹരിതസഭയിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്ത കൊരട്ടി പഞ്ചായത്ത് LP സ്കൂളിനെ മികച്ച ഹരിത വിദ്യാലയമായി തെരഞ്ഞെടുത്തു. കില, ഹരിത കേരള മിഷൻ, RGSA എന്നിവയിൽ നിന്നുള്ള വിദഗ്ധരുമായും ഹരിത കർമ്മസേന അംഗങ്ങളോടും കുട്ടികൾക്ക് സംവദിക്കാനുള്ള അവസരവും ഒരുക്കിയിരുന്നു. കൊരട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന കുട്ടികളുടെ ഹരിതസഭ ശുചിത്വ പദയാത്രയോടെയാണ് ആരംഭിച്ചത്. സ്കൂളുകളിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ശുചിത്വ അംബാസഡറായ മുഹമ്മദ് റിസ്വാനും കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC ബിജുവും ശുചിത്വ പദയാത്രയ്ക്ക് നേതൃത്വം നൽകി. കുട്ടികളുടെ ശുചിത്വ അംബാസഡർ ശുചിത്വ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന മാലിന്യമുക്ത ഉദ്യമങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അവതരിപ്പിച്ചു. LP, UP വിഭാഗങ്ങളിലെ കുട്ടികൾ തങ്ങളുടെ സ്കൂളിലെ മാലിന്യ പ്രശ്നങ്ങൾ, ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾ വീടുകളിലെ മാലിന്യ പ്രശ്നങ്ങൾ, ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പൊതുവിടങ്ങളിലെ മാലിന്യ പ്രശ്നങ്ങൾ എന്നീ വിഷയങ്ങളിൽ പ്രോജക്ട് റിപ്പോർട്ടുകൾ അവതരിപ്പിച്ചു. കുട്ടികൾ അവതരിപ്പിച്ച റിപ്പോർട്ടുകളെ കുട്ടികളുടെ പാനൽ അംഗങ്ങളായ അൽന തോമസ്, അനു ഷിബു എന്നീ വിദ്യാർത്ഥികൾ നോഡൽ ഓഫീസർ ആശ ജോയിയുടെ നേതൃത്വത്തിൽ അവലോകനം ചെയ്തു. മാലിന്യമുക്ത നവകേരളവുമായി ബന്ധപ്പെട്ട ഉണർത്തുപാട്ട് കൊരട്ടി MA MHS വിദ്യാർത്ഥികളായ അശ്വതി, ദേവിക എന്നിവർ ചേർന്ന് അവതരിപ്പിച്ചു. LF കോൺവെന്റ് LP സ്കൂളിൽ നിന്നുള്ള ക്ലെയർ റോസ് ലിയോ വിഷയത്തിൽ പ്രസംഗിച്ചു. സെയിന്റ് ആന്റണീസ് പബ്ലിക് സ്കൂളിലെ അങ്കിത് ജോഷുവ മലയാളത്തിൽ കവിത ചൊല്ലി. മാലിന്യമുക്ത പദ്ധതികളുമായി ബന്ധപ്പെട്ട് കുട്ടികളുടെ എക്സിബിഷനും പുനരുപയോഗം സാധ്യമാകുന്ന വസ്തുക്കളെക്കുറിച്ചുള്ള കുട്ടികളുടെ കരകൗശല ചിത്ര പ്രദർശനവും നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജി, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ അഡ്വക്കേറ്റ് KR സുമേഷ്, നൈനു റിച്ചു, പഞ്ചായത്ത് അംഗങ്ങളായ PS സുമേഷ്, ജൈനി ജോഷി, PG സത്യപാലൻ, ലിജോ ജോസ്, വർഗീസ് തച്ചുപറമ്പിൽ, റെയിമോൾ ജോസ്, ഷിമ സുദീൻ, ജിസി പോൾ, വർഗീസ് പയ്യപ്പള്ളി, പഞ്ചായത്ത് സെക്രട്ടറി ശ്രീലത, അസിസ്റ്റന്റ് സെക്രട്ടറി MJ ഫ്രാൻസിസ് എന്നിവർ പങ്കെടുത്തു. ഞങ്ങൾക്ക് പറയാനുള്ള ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ മാസം നമ്മുടെ എറണാകുളം പ്രധാന സ്കൂളിലെ എക്കണോമിക്സ് വിദ്യാർത്ഥികൾ നമ്മുടെ പഞ്ചായത്തിൽ സന്ദർശിച്ചത്. എവിടെയും മാലിന്യം വലിച്ചെറിഞ്ഞിരുന്ന കാലം കടന്നുപോയി കഴിഞ്ഞു. മാലിന്യം വലിച്ചെറിയുന്നത് കുറ്റകരമാണെന്ന ബോധം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്നത് നമ്മുടെ വലിയ നേട്ടമാണ്. വീടുകളിലെ മാലിന്യങ്ങളെ പ്രധാനമായും ഖരമായ
എല്ലാ കാര്യങ്ങളിലും പ്രസിഡന്റ് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ വൈസ് പ്രസിഡന്റ് ഷൈനി ഷാജിയെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ പ്രവർത്തന കാര്യങ്ങളിലും എല്ലാ വികസനങ്ങളിലും ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ അഡ്വക്കേറ്റ് KR സുരേഷ് ഡെവലപ്മെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണെ ഈ യോഗത്തിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. എല്ലാ വികസനത്തിനും എല്ലാ കാര്യങ്ങൾക്കും ഫണ്ട് ഒപ്പിട്ട് നമ്മുടെ സെക്രട്ടറി ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ആളെ ഈ യോഗത്തിലേക്ക് ഏറ്റവും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിൽ ഓവറോൾ 2ാം സ്ഥാനം മോതിരക്കണ്ണി വലിയപാടം SNDP LP സ്കൂൾ നേടിയതിൽ ആഹ്ലാദ പ്രകടനം നടത്തി. സ്കൂൾ പ്രധാനാധ്യാപിക റീന ആന്റണി, ഗ്രാമപഞ്ചായത്ത് അംഗം ആനി ജോയ്, സ്കൂൾ മാനേജർ ഷാജി തട്ടാശ്ശേരി തുടങ്ങിയവർ നേതൃത്വം നൽകി. ഞാൻ ഈ അധ്യയന വർഷം ജൂൺ 1-ാം തീയതിയാണ് ഈ സ്കൂളിന്റെ പ്രധാന അധ്യാപികയായിട്ട് ഇവിടെ ചാർജ് എടുത്തത്. കഴിഞ്ഞ 5 വർഷത്തിലും മീതിയായിട്ട് നമ്മൾ ഓവറോൾ 5ാം സ്ഥാനത്തിനുള്ളിലാണ് നിൽക്കാറ്. ഈ കഴിഞ്ഞ 2 വർഷമായിട്ട് കലോത്സവത്തിനും കായികോത്സവത്തിനും വലിയപാടം SNDP LP സ്കൂള് 2ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. കലോത്സവം പ്രാക്ടീസ് ചെയ്യണത് നമ്മുടെ സ്നേഹ ടീച്ചറും മറ്റു ടീച്ചേഴ്സും കൂടിയാണ്. കായികോത്സവം നമ്മുടെ മിനി ടീച്ചറും റോയ് മാഷും ഈ സ്കൂളിലെ തന്നെ ഒരു കുട്ടിയുടെ രക്ഷിതാവായ സജീഷ് മാസ്റ്ററും ചേർന്നാണ് കായികോത്സവം പരിശീലിപ്പിക്കുന്നത്. 66 സ്കൂളുകളാണ് കലോത്സവത്തിലും കായികോത്സവത്തിലും പങ്കെടുക്കുന്നത്. അതില് 2ാം സ്ഥാനത്തെത്താൻ ഞങ്ങളെ പോലെയുള്ള കൊച്ചു സ്കൂള് 2ാം സ്ഥാനത്തെത്താ എന്നത് വലിയ കാര്യം തന്നെയാണ്. ഇപ്പൊ നമ്മുടെ ഈ നാടിന്റെ പേര്, ഈ സ്കൂളിന്റെ പേര് നാട്ടിലെല്ലാം വ്യാപിച്ചു തുടങ്ങി. അതനുസരിച്ച് സ്കൂളിലേക്ക് കുട്ടികളുടെ പുതിയ അഡ്മിഷനും തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് പറയാനുള്ളത് എല്ലാ രക്ഷിതാക്കളും നമ്മുടെ സ്കൂളിൽ തന്നെ കുട്ടികളെ ചേർക്കണം, പഠിപ്പിക്കണം. ഇവിടുത്തെ എല്ലാ അധ്യാപകരും ഒന്നിനൊന്നായിട്ട് മെച്ചപ്പെട്ടവരാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. കുട്ടികളെ സ്നേഹിക്കുന്ന കാര്യത്തിലായാലും അവരെ പഠിപ്പിക്കുന്ന കാര്യത്തിലും കലോത്സവത്തിലും കായികോത്സവത്തിലും എല്ലാം ഒരുക്കുന്നതിൽ നമ്മുടെ ടീച്ചേഴ്സ് മുൻപന്തിയിലാണ്. ഈ വിജയം നമ്മുടെ ഇവിടുത്തെ സാധാരണക്കാരായ നാട്ടുകാരുടെ കുട്ടികളുടെ വിജയമാണ്. നമ്മുടെ സ്കൂള് മറ്റുള്ള വലിയ വലിയ സ്കൂളുകളോട് പൊരുതി, ഏകദേശം 66 സ്കൂളോട് പൊരുതിയിട്ടാണ് ചാലക്കുടി ഉപജില്ലയിൽ ഇത്രയും വലിയൊരു വിജയം 2-3 വർഷമായിട്ട് നമ്മൾ നേടിക്കൊണ്ടിരിക്കുന്നത്. വെറും 2 പോയിന്റിനാണ് നമുക്ക് 1ാം സ്ഥാനം പോയത്. അതുവരെ നമ്മൾ 1ാം സ്ഥാനം ആയിരുന്നു. ലാസ്റ്റ് 2 പോയിന്റിന്റെ വ്യത്യാസത്തിലാണ്
നമ്മൾ 2ാം സ്ഥാനക്കാരായത്. അടുത്ത വർഷം തികച്ചും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ 1ാം സ്ഥാനത്തിന് ഈ വേണ്ടിയിട്ട് നമ്മുടെ അധ്യാപകരും രക്ഷിതാക്കളും കുട്ടികളെല്ലാം വീണ്ടും പരിശ്രമിക്കുന്നതായിരിക്കും. വളരെ ചുരുങ്ങിയ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾ ഈ കുട്ടികളെ തയ്യാറാക്കി ഇത്രയും നല്ല വിജയം കൈവരിച്ചത്. അതോടൊപ്പം തന്നെ നമ്മുടെ അടിസ്ഥാന സൗകര്യം ഈ സ്കൂളിന്റെ മുൻപുണ്ടായിരുന്ന രീതിയിലല്ല, ഇന്ന് വളരെ രീതിയിൽ മാറിയിട്ടുണ്ട്. നമ്മൾ ഹൈടെക് ആക്കിയിട്ടുണ്ട്. LKG മുതൽ UKG 4ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ് റൂമുകളും ഹൈടെക് ആക്കിയിട്ടുണ്ട്. ലാപ്ടോപ്പ്, പ്രൊജക്ടർ എന്നീ അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് നമ്മൾ ഇന്ന് ഈ സാധാരണ നമ്മുടെ സ്കൂളിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമാണ് പഠിക്കുന്നത് എന്ന് എല്ലാവർക്കും അറിയാം. ചെറിയ സ്കൂളാണ് നമ്മുടെ. എന്നിരുന്നാലും ചാലക്കുടി ഉപജില്ലയിലെ 66 സ്കൂളുകളോട് പൊരുതി നമ്മുടെ മക്കള് ഏറ്റവും വലിയ വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത്. ഓവറോൾ 2ാം സ്ഥാനത്ത് എത്തുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. നമ്മുടെ കുട്ടികള് വളരെ ചിട്ടയായും കൃത്യമായുമുള്ള പരിശീലനത്തിലൂടെ മാത്രമാണ് ഈ വിജയം നേടിയെടുത്തത്. അതിന് നമ്മളോട് സഹകരിച്ച എല്ലാ രക്ഷിതാക്കൾക്കും നമ്മുടെ സ്കൂൾ മാനേജ്മെന്റിനും PTA എല്ലാവർക്കും ഈ അവസരത്തിൽ നന്ദി പറയാൻ കൂടി ഉപയോഗിക്കുകയാണ്. സ്കൂള് ചെറുതോ വലുതോ ആയിക്കോട്ടെ, അവിടുത്തെ പഠന അന്തരീക്ഷവും അവിടുത്തെ ടീച്ചേഴ്സും അവിടുത്തെ PTA ആണ് അതിന്റെ ഏറ്റവും വലിയ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നമുക്ക് വേണ്ടുവോളം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പടപൊരുതി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വിജയം തന്നെ നേടിയെടുക്കാൻ കഴിയും എന്നതിന്റെ തെളിവും കൂടിയാണ് നമ്മൾ ഈ നേട്ടം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പരിയാരം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിലാണ് SNDP വലിയപാട് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. ഞാൻ 6ാം വാർഡിന്റെ വാർഡ് മെമ്പർ കൂടിയാണ്. വളരെയധികം അഭിമാനമുണ്ട് ഈ നിമിഷം ഇവിടെ നിൽക്കുമ്പോൾ. തുടർച്ചയായിട്ട് 2 വർഷമാണ് നമുക്ക് കലാകായിക മത്സരങ്ങളിൽ, ചാലക്കുടി ഉപജില്ല കലാകായിക മത്സരങ്ങളിൽ ഓവറോൾ 2ാം സ്ഥാനം ലഭിക്കുന്നത്. വളരെയേറെ സന്തോഷമുണ്ട് ഈ അവസരത്തിൽ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തികച്ചും ശാലീനമായ ഒരു പ്രകൃതി സൗന്ദര്യത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സ്കൂളാണ്. ചെറിയ സ്കൂളാണെങ്കിൽ പോലും എല്ലാ മേഖലകളിലും പാഠ്യവിഷയങ്ങളിലും പാഠ്യേതര വിഷയങ്ങളിലും മികവ് പുലർത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ടാണ് SNDP വലിയപാട് സ്കൂളിന് നിലകൊള്ളുന്നത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ഭഗവാൻ ബിർസ മുണ്ടയുടെ സ്മരണാർത്ഥം ജാൻജാതീയ ഗൗരവ് ദിനാചരണം സംഘടിപ്പിച്ചു. പ്രമുഖ ഗോത്രവർഗ നേതാവും സ്വാതന്ത്ര്യ സമര സേനാനിയുമായിരുന്നു ഭഗവാൻ ബിർസ മുണ്ട. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചിങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ് അധ്യക്ഷത വഹിച്ചു. ചാലക്കുടി മോഡൽ റെസിഡൻസ് സ്കൂളിലെ വിദ്യാർത്ഥികളെ ആദരിച്ചു. തുടർന്ന് പണിയ നൃത്തം, ഇരുള നൃത്തം, നാടൻപാട്ട്, ഗോത്രഭാഷയിലുള്ള ലഘുനാടകം തുടങ്ങിയ പരിപാടികളും അവതരിപ്പിച്ചു. VK രമണി, ഡോക്ടർ K കരുണ, ഫാദർ ആന്റോ വട്ടോലി, K ജയകുമാർ, VK ഷിജി, VR രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മുല്ലപ്പെരിയാർ ജീവൻ രക്ഷാ പ്രചരണ ക്യാമ്പയിനും പ്രധാനമന്ത്രിക്ക് നൽകുവാനുള്ള ഒപ്പുശേഖരണവും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ബുധനാഴ്ച രാവിലെ 11 മുതൽ വൈകിട്ട് 5 വരെ ചാലക്കുടി അടിപ്പാത ജംഗ്ഷനിലാണ് പരിപാടി. ജനാധിപത്യ അവകാശ സംരക്ഷണ സമിതി ജില്ലാ പ്രസിഡന്റ് IS സബീറ അധ്യക്ഷത വഹിക്കും. സംസ്ഥാന പ്രസിഡന്റ് KM സുബൈർ, ജനറൽ സെക്രട്ടറി സണ്ണി മാത്യു, രക്ഷാധികാരി മുൻ MLA മാത്യു സ്റ്റീഫൻ, ലൈല റഷീദ്, ഡോക്ടർ KK സോമൻ, ഫാദർ അഗസ്റ്റിൻ വട്ടോലി, CR നീലകണ്ഠൻ, പ്രൊഫസർ PC റോയ്, സുജിത് ശാസ്താംകോട്ട തുടങ്ങിയവർ പ്രസംഗിക്കും. ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന 6 ഡാമുകളിലൊന്നായ മുല്ലപ്പെരിയാർ ഡാം വിഷയത്തിൽ സുപ്രീം കോടതി കഴിഞ്ഞ മെയ് 7-ാം തീയതി പുറപ്പെടുവിച്ച നിർദ്ദേശമനുസരിച്ച് തമിഴ്നാടിന്റെ ചിലവിൽ ടണൽ നിർമ്മിച്ച് കൃഷിക്കാവശ്യമായ വെള്ളം കൊണ്ടുപോവുകയും കേരളത്തിലെ ജനങ്ങളുടെ ജീവനും
സ്വത്തിനും സുരക്ഷ ഉറപ്പാക്കുകയും വേണമെന്നാവശ്യപ്പെട്ട് പ്രധാനമന്ത്രിക്ക് നിവേദനം നൽകുന്നതിനാണ് ഒപ്പുശേഖരണം നടത്തുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ഭാരവാഹികളായ AE സബീറ, KM സുബൈർ, അയ്യപ്പൻ പള്ളിപ്പാട്ട്, ഷമീർ വേത്തർ, ഷാജു C ജോർജ് എന്നിവർ പങ്കെടുത്തു. CR നീലകണ്ഠൻ സാർ ഉൾപ്പെടെയുള്ള ഞങ്ങളൊക്കെ ചേർന്ന് കൊടുത്ത ഒരു ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ആ ഡയറക്ഷൻ സുപ്രീം കോടതി അന്ന് ആ നിർദ്ദേശം വെച്ചത്. അതിൻ്റെ ആ നിർദ്ദേശത്തിൻ്റെ കോപ്പി എൻ്റെ മൊബൈലിൽ കിടപ്പുണ്ട്, ഞാൻ എല്ലാവർക്കും വാട്സപ്പ് ചെയ്ത് തരാം. ഈ കഴിഞ്ഞ 10 വർഷമായിട്ട് കേന്ദ്ര കേരള ഗവൺമെൻറ്റുകൾ ഒരു ചെറു വിരൽ പോലും ഈ നിർദ്ദേശത്തിന് അനക്കിയിട്ടില്ല. ഇപ്പം മെട്രോമാൻ ശ്രീധരൻ സാർ ഉൾപ്പെടെയുള്ളവർ പറഞ്ഞിരിക്കുന്ന ടണലിൻ്റെ നിർദ്ദേശമേ പറ്റുള്ളൂ, പുതിയ ഡാം പ്രായോഗികമല്ല. കാരണം ഇപ്പോഴുള്ള ഡാമിൽ നിന്ന് 400 മീറ്റർ ഒരു മാറി 60 അടിയോളം വീണ്ടും ആഴത്തിലാണ് പുതിയ ഡാമിൻ്റെ നിർദ്ദേശങ്ങളും സർവേകളും വന്നിരിക്കുന്നത്. അവിടെ ഫയലിങ്ങും അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുള്ളതുകൊണ്ട് വീണ്ടും ഒരു തലമുറ ഒരു 100 വർഷം കഴിഞ്ഞാൽ വീണ്ടും അത് പൊളിച്ച് വീണ്ടും പുതിയ ഡാം കെട്ടേണ്ടി വരും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ ടണലാണ് പ്രായോഗികമായ ഒരു സംവിധാനം. അതുപോലെ തന്നെ ഈ വിഷയം നമ്മുടെ ഈ കേരളത്തിലെ നമ്മുടെ ജനപ്രതിനിധികൾ എന്തുകൊണ്ടാണ് ഏറ്റെടുക്കാത്തത്? 1978 നമ്മുടെ പീരുമേട് MLA ആയിരുന്ന CA കുര്യൻ അദ്ദേഹം 8 ദിവസം ഒരു സമരം നടത്തിയതാണ്. മുല്ലപ്പെരിയാറിൻ്റെ ആധികാരികമായി സെൻട്രൽ വാട്ടർ കമ്മീഷൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഡാം ദുർബലമാണെന്ന് 1976 റിപ്പോർട്ട് സെൻട്രൽ വാട്ടർ കമ്മീഷൻ കൊടുത്തു. ഇപ്പോൾ അമേരിക്കൻ ന്യൂയോർക്ക് ടൈംസ് പോലും നമ്മുടെ രാജ്യത്തിനും ലോകത്തിനും റിപ്പോർട്ട് കൊടുത്തു. 4 ഡാമുകളിൽ ലോകത്ത് പഴക്കം ചെന്നതിൽ മുല്ലപ്പെരിയാർ ഡാമാണ് ഏറ്റവും പഴക്കം ചെന്നത്. അത് കനേഡിയൻ എഞ്ചിനീയർ ജോൺ പെന്നിക്കുക്കാണ് ആ ഡാം പണിയാനും നിർദ്ദേശം കൊടുക്കുകയും പണിയുകയൊക്കെ ചെയ്തത്. അദ്ദേഹം പോലും ആ പണിത കാലത്ത് തന്നെ പറഞ്ഞത് ഇത് 50 വർഷമാണ് ഈ ഡാമിൻ്റെ കാലപ്പഴക്കമെന്നാണ്. ഇപ്പം 130 വർഷം കഴിഞ്ഞിരിക്കുന്നു. 90 വയസ്സുള്ള ഒരു മനുഷ്യൻ 100 വർഷം കൂടി വീണ്ടും ജീവിക്കുന്നു ഞങ്ങൾ അവകാശപ്പെടുന്നില്ല. പക്ഷേ ഇന്നും മുല്ലപ്പെരിയാർ പൊട്ടും, നാളെ മുല്ലപ്പെരിയാർ പൊട്ടുമെന്ന് പറഞ്ഞ് കേരളത്തിൽ ജനങ്ങളെ പേടിപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. പക്ഷേ ഇതിനൊരു അടിയന്തര പരിഹാരം ഉണ്ടാകണം. അതിന് കഴിഞ്ഞ 1 വർഷമായിട്ട് 2023 നവംബർ 1-ാം തീയതി ഞങ്ങൾ ഇടുക്കി, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇപ്പോൾ തൃശ്ശൂരേക്ക് ഞങ്ങളിതിൻ്റെ വാഹന പ്രചരണ ക്യാമ്പയിനുമായി കടന്നു വന്നിരിക്കുകയാണ്. ഇപ്പം ഇന്ന് ഈ ചാലക്കുടിയുടെ അതുപോലെ തൃശ്ശൂർ ജില്ലയുടെ വിവിധ മേഖലകളിൽ വാഹന പ്രചരണം. 10 ഹയർ സെക്കൻഡറി തുല്യതാ ക്ലാസുകളുടെ പ്രവേശനോത്സവം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പഠനമോഹവുമായി തുടർ പഠനത്തിന് എത്തിയവരുടെ പ്രവേശനോത്സവം തൃശൂർ ജില്ലയിൽ സംഘടിപ്പിച്ചു. ജില്ലാ സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ 10 ഹയർ സെക്കൻഡറി തുല്യതാ ക്ലാസുകളുടെ പ്രവേശനോത്സവം തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹയർ സെക്കൻഡറി തുല്യതാ പരീക്ഷ വിജയിച്ച് തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ അഡ്മിഷൻ ലഭിച്ച ചാലക്കുടി സ്വദേശി 60 വയസ്സുകാരൻ KD ജോസിനെ ആദരിച്ചു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ, തൃശൂർ കോർപ്പറേഷൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മിഥുൽ, സ്റ്റേറ്റ് കോർഡിനേറ്റർ മനോജ് സെബാസ്റ്റ്യൻ, ജില്ലാ കോർഡിനേറ്റർ കൊച്ചുറാണി മാത്യു, അസിസ്റ്റന്റ് കോർഡിനേറ്റർ KM സുബൈദ തുടങ്ങിയവർ പങ്കെടുത്തു. വനിതാ ശിശുവികസന വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂർ ജില്ലാ വനിതാ ശിശുവികസന ഓഫീസിന്റെ നേതൃത്വത്തിൽ ഓറഞ്ച് ദി വേൾഡ് ക്യാമ്പയിൻ തുടങ്ങി. സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമങ്ങളും ലിംഗവിവേചനവും അവസാനിപ്പിക്കുന്നതിന് ഡിസംബർ 10 വരെ 16 ദിവസം നീണ്ടുനിൽക്കുന്ന ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ബോധവൽക്കരണ റാലി തൃശൂർ ഗവൺമെന്റ് ലോ കോളേജിൽ നടന്ന ചടങ്ങിൽ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. തൃശൂർ ഗവൺമെന്റ് ലോ കോളേജ് വിദ്യാർത്ഥികളുടെ പങ്കാളിത്തത്തോടെയാണ് ബോധവൽക്കരണ റാലി നടത്തിയത്. ക്യാമ്പിനോടനുബന്ധിച്ച് വകുപ്പിലെ ജീവനക്കാർക്കായി തൃശൂർ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച പരിശീലന പരിപാടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കോർപ്പറേഷൻ ചിമ്പുക്കാവ് ഡിവിഷൻ വാർഡ് കൌൺസിലർ റെജി ജോയ് ചാക്കോള അധ്യക്ഷത വഹിച്ചു. സബ് കളക്ടർ അഖിൽ വി മേനോൻ വിശിഷ്ട അതിഥിയായി. ജില്ലാ വനിതാ ശിശുവികസന ഓഫീസർ P മീര, പ്രോഗ്രാം ഓഫീസർ AP സുബൈദ, വുമൺ പ്രൊട്ടക്ഷൻ ഓഫീസർ മായ S പണിക്കർ എന്നിവർ സംസാരിച്ചു. ചാലക്കുടി നഗരസഭ നടപ്പിലാക്കുന്ന ഇൻസൈറ്റ് എന്ന പരിശീലന പരിപാടിക്ക് ബുധനാഴ്ച തുടക്കം കുറിക്കും. ചാലക്കുടി ടൗൺ ഹാളിൽ ബുധനാഴ്ച രാവിലെ 10 നടക്കുന്ന ചടങ്ങിൽ ചെയർമാൻ AB ജോർജ് ഉദ്ഘാടനം ചെയ്യും. നഗരസഭ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ പ്രൈമറി തലത്തിൽ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് ആവശ്യമായ പരിശീലനം നൽകി അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ഇൻസൈറ്റ് എന്ന ഈ പ്രോജക്ടിന്റെ ലക്ഷ്യം. കേരളത്തിൽ തന്നെ ഒരു നഗരസഭ നടത്തുന്ന ഇത്തരത്തിലെ ആദ്യത്തെ പദ്ധതിയാണിത്. ചാലക്കുടി നഗരസഭ കല്ലേറ്റുംകരയിലെ നിബ്മർ എന്ന സ്ഥാപനവുമായി സഹകരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്.
ചാലക്കുടി നഗരസഭയുടെ കീഴിൽ വരുന്ന വിവിധ സ്കൂളിലെ പ്രൈമറി വിദ്യാർത്ഥികളെയാണ് ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ് അടിസ്ഥാനത്തിൽ പഠനത്തിൽ പുറകിലായ കുട്ടികളെ കണ്ടെത്തി വിശദമായ അസസ്മെന്റ് പ്രക്രിയയിലൂടെ കുട്ടികളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി വിദഗ്ധരുടെ സഹായത്തോടെ പരിഹാര ബോധനം നൽകുന്ന രീതിയിലാണ് പ്രോജക്ട് നടപ്പാക്കുന്നത്. ഇനിയൊരു ഇടവേള.